welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം ഞാൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഞങ്ങൾ വാങ്ങിച്ച് കൂട്ടാറേ ഇല്ല. അപ്പോൾ ലക്ഷദ്വീപിൽ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് പേർക്ക് നിങ്ങൾ അറിയാമായിരിക്കും, നമ്മൾ ലക്ഷദ്വീപിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം നല്ലപോലെ ടാൻ അടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം, ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ChatGPTയോട് എനിക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞു തരാൻ പറഞ്ഞു. നമ്മളെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യവും ഇപ്പോൾ ChatGPTയോട് ചോദിച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ അതാണല്ലോ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ChatGPTയോട് ചോദിച്ചിട്ട് എൻ്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞു തരാൻ പറഞ്ഞു. സോ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ സ്കിൻ സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ ഐ തോട്ട് ഒന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ChatGPTയോട് പറഞ്ഞു. എൻ്റെ ഏജ് പറഞ്ഞു, എൻ്റെ കൺസേൺസ് പറഞ്ഞു. ഇപ്പം എൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത് എനിക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്, ടാൻ ഉണ്ട്, നമ്മൾ പോയിട്ട് വന്നതിന് ശേഷമുള്ള ടാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കിന്നിൽ കുറച്ച് പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു വര പോലെ വരുന്നുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ പോലെ തന്നെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് എനിക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞു തരൂ, സ്കിൻ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ആൻഡ് ChatGPT gave me a സ്കിൻ കെയർ റൊട്ടീൻ. ഞാൻ അതനുസരിച്ച് കുറച്ചധികം പ്രോഡക്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് സ്റ്റാർട്ടഡ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു 1 വീക്ക്. അതിനുശേഷം ഒന്ന് മിസ് ചെയ്തു ബിക്കോസ് ഓഫ് സോ മെനി റീസൺസ്, പേഴ്സണൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം. സത്യം പറഞ്ഞാൽ ചില സമയത്ത് തോന്നാറില്ല സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഐ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പറ്റാറില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനി ഹോളാണ്. ആ ഹോളിൽ പോകുന്നതിന് മുന്നേ ഞാൻ സ്കിൻ സൈക്ലിംഗ് ChatGPT എന്താ പറഞ്ഞതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു 4 നൈറ്റ് സൈക്കിളാണ്. ഫസ്റ്റ് നൈറ്റ് വന്നിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരും. സോ സെക്കൻഡ് നൈറ്റ് വന്നിട്ട് റെറ്റിനോയിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റെറ്റിനോയിഡ്സ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആക്നെ, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ് ഇതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് റെറ്റിനോയിഡ്സ് ഹെൽപ്പ് ചെയ്യും. തേർഡ് ആൻഡ് ഫോർത്ത് നൈറ്റ് വന്നിട്ട് റിക്കവറി നൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ ആണ് കൊടുക്കുന്നത്. ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ, വാട്ടറൊക്കെ കൊടുത്തിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണ പോലെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഹൈഡ്രേഷൻ കൊടുക്കും. ഇറിറ്റേഷൻസ് ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് ആൻഡ് ഫോർത്ത് നൈറ്റ്. ഇതിങ്ങനെ സൈക്കിൾ പോലെ നമ്മൾ ചെയ്യും. ഓക്കെ, സോ AM റൊട്ടീൻ എന്ന് പറയുന്നത് വളരെ ബേസിക്കാണ്, നമ്മൾ ഒരുപാടൊന്നും ചെയ്യില്ല. ക്ലെൻസർ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു വിറ്റമിൻ C യൂസ് ചെയ്യും, സെറം യൂസ് ചെയ്യും. വിറ്റമിൻ C ഓർ നൈസനമൈഡ് ഡിപ്പെൻഡിങ് ഓൺ ഒരു കൺസേൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വിറ്റമിൻ C ആണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ആൻഡ് ഫോർത്ത് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. SPF 50 ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. SPF 40 മിനിമം. ഓക്കെ, SPF 40 or 50 മിനിമം ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത് ഫോർ AM. PMനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ലോങ് പ്രോസസ്സ്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്കിൻ കെയർ റൊട്ടീൻ 1 by 1. നൈറ്റ് 1 ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എക്സ്ഫോളിയേഷൻ ടൈമാണ്. എക്സ്ഫോളിയേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഡെഡ് സ്കിൻസ് എടുത്ത് കളയാൻ എക്സ്ഫോളിയേഷൻ എപ്പോഴും പറയണ്ടല്ലോ. സോ അതിലും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സോ ഒരു കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക്. ഞാനിവിടെ സൈഡിൽ ഈ സൈഡിൽ കൊടുത്തേക്കാം കറക്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. ഇത് ഞാൻ ഫോണിൽ നോക്കി എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ, ഞാനും ഈ ഒരു സംഭവം ചെയ്യണത് പുതിയതായിട്ടാണ്. സോ ഞാൻ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കും അത് പ്രശ്നമായിരിക്കുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ നോക്കിയത് കറക്റ്റായിട്ട് പറഞ്ഞു തരണം ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, സോ എക്സ്ഫോളിയേഷൻ ആസ് യൂഷ്വൽ, റിമൂവിങ് ഡെഡ് സ്കിൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസറാണ്. നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഏത് ക്ലെൻസറാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡേ ബൈ ഡേ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ഞാൻ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് ക്ലെൻസർ. ജെൻറ്റലായിട്ട് ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക. സെക്കൻഡ് തിങ് ആണ് ഈ ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തത്. ഇത് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ഒരു സെറമാണ്. ലാക്റ്റിക് ആസിഡ് ആണ് മെയിനായിട്ട് പറഞ്ഞത്. ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് സാലിസിലിക് ആസിഡ്. ഓക്കെ, ദിസ് വൺ.
ഇതാണ് ഞാൻ എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യണത്. ഫോർ റേഡിയൻറ്റ് യൂത്ത്ഫുൾ സ്കിൻ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഇത് 10% ആണ് വരുന്നത്. സോ ഇതിന് ഒരു പെർസെൻറ്റേജ് കണക്കുണ്ട്, 5%, 10% അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഇച്ചിരി കൂടുതലാണ്. സോ ഫസ്റ്റ് ടൈം ഒരാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും യു ഷുഡ് ബി വെരി കെയർഫുൾ. ചിലപ്പോൾ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യണം പോലും പറയാൻ പറ്റില്ല. സോ ഞാൻ വളരെ കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്ത് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഒരുപാടൊന്നും ആയില്ല, കുറച്ചായതേ ഉള്ളൂ. സോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. ഇതുവരെ കുഴപ്പമില്ല. ഇനി അങ്ങനെ അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് യൂസ് ചെയ്ത് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഹോളിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും അങ്ങനെ യൂസ് ചെയ്യാവും. ഓക്കെ. സോ ഇത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാം. അതായത് നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്തിട്ട്, ക്ലെൻസർ യൂസ് ചെയ്ത് നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്യുക, ഡ്രൈ ആക്കുക ഫേസ്. എന്നിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സോ ഇതാണ് ഫസ്റ്റ് നൈറ്റ് നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ. ഓക്കെ. സോ ലാക്റ്റിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്കിന്നൊന്ന് റെജുവിനേറ്റ് ചെയ്യാൻ, ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാൻ, അല്ലെങ്കിൽ ഡെഡ് സ്കിൻസ് ഒക്കെ മാറ്റി നല്ലൊരു ഗ്ലോയി യൂത്ത്ഫുൾ സ്കിൻ കിട്ടാനാണ് ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യണത്. സോ ഇത് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ പ്രോഡക്റ്റാണ്. AHA BHA 10% ഫേസ് എക്സ്ഫോളിയേറ്റർ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 റുപ്പീസാണ്. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്നാണ് അസൈലിക് ആസിഡ് ആണ്. ബേസിക്കലി അസൈലിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ്, ആക്നി, പിമ്പിൾസ് ഇതൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോയിങ് ബ്രൈറ്റ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അസൈലിക് ആസിഡ്. ഓക്കെ. ഒരു ജെൻറ്റിൽ ആസിഡാണ്. ഇഫ് യു ആർ എ ബിഗിനർ, ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് റെറ്റിനോയിഡ്സ്. അവർ പറയുന്ന സെക്കൻഡ് റൈറ്റ് എന്ന് പറയുന്നത് റെറ്റിനോയിഡ്സ് ആണ്. അത് എടുത്ത് പറയുന്നുണ്ട്, റെറ്റിനോയിഡ്സ് ബിഗിനർ ആണെങ്കിൽ യൂസ് ചെയ്യണ്ട, യൂസ് അസൈലിക് ആസിഡ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഓർഡിനറിയുടെ അസൈലിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആസിഡ് എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വല്ല ഇങ്ങനെ സെറം പോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷേ അല്ല, അത് ഒരു ക്രീമാണ്. ഓക്കെ. ഇതാണ് ഓർഡിനറിയുടെ അസൈലിക് ആസിഡ്. ഓക്കെ. സോ ഞാൻ മറ്റൊരു ടെക്സ്ചർ കാണിച്ചതല്ലേ, ഞാൻ ഒരു റൊട്ടീൻ പോലെ ചെയ്താലോ, നിങ്ങൾ ഒരു ഒപ്പീനിയൻ പറയട്ടെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അസൈലിക് ആസിഡ്. ഓക്കെ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ജെൽ ടെക്സ്ചറാണ് ഈ പ്രോഡക്റ്റിനുള്ളത്. ഇതിൻ്റെ പ്രൈസും ഇച്ചിരി കൂടുതലാണ്. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് 1150 റുപ്പീസാണ്. ഓ മൈ ഗോഡ്, ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, യെസ്, സ്കിൻ കെയർ ഈസ് വെരി എക്സ്പെൻസീവ്. നിങ്ങൾ ബഡ്ജറ്റിലും ചെയ്യാം. സ്കിൻ സൈക്ലിങ്ങിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് സെറംസ് ഒക്കെ കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ യുവർ ബഡ്ജറ്റ് വാങ്ങിക്കാം. ഓക്കെ. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ഓർഡിനറിയുടെ അസൈലിക് ആസിഡാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞു തരണമല്ലോ. ഫസ്റ്റ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യും, ആസ് യൂഷ്വൽ ക്ലെൻസർ യൂസ് ചെയ്യുക, എന്നിട്ട് പാഡ് ഡ്രൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ അസൈലിക് ആസിഡ് യൂസ് ചെയ്യുക. അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒത്തിരി ഒന്നും എടുക്കരുത് കേട്ടോ, കുറച്ച് എടുക്കാവും. യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. 3 steps, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ലിപ്പിനുള്ള കെയർ നിങ്ങൾ എക്സ്ട്രാ ചെയ്യണം, അത് ഞാൻ ഇതിൽ പറയുന്നില്ല. സോ ഇതാണ് സെക്കൻഡ് നൈറ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സോ തേർഡ് ആൻഡ് ഫോർത്ത് നൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്കവറി നൈറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. ആദ്യം ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക, അതിനുശേഷം ഒരു ഹൈഡ്രേറ്റിംഗ് സെറം യൂസ് ചെയ്യുക. തേർഡ് വന്നിട്ട് നമ്മളൊരു സെറമൈഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പം ഹൈഡ്രേറ്റിംഗ് സെറമായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഹൈലറോണിക് ആസിഡാണ് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. ഇത് 2% ഹൈലറോണിക് ആസിഡാണ്. ഈ ഒരു കുഞ്ഞു ഡപ്പയിൽ വരുന്നത് ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇതുപോലെ ഒരു ഡ്രോപ്പറിലാണ് വരുന്നത്. അയ്യോ, ബബിളാണല്ലോ. ഓക്കെ. ഭയങ്കര നല്ലൊരു ഹൈഡ്രേറ്റിംഗ് സെറമാണ്. സോ ഇതാണ് നമ്മുടെ ഹൈലറോണിക് ആസിഡ്. മൈക്ക് വെച്ചിട്ട് ഓണാക്കാതെയാണ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. വാവ് വാവ് ക്ലാപ്പ് ക്ലാപ്പ്. ഓക്കെ. സോ ഇത് തന്നെയാണ് നമ്മൾ തേർഡും ഫോർത്തും നൈറ്റ് ചെയ്യാനുള്ള റിക്കവറി. ഇനി AM റൊട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന വിറ്റമിൻ സി വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ്, മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു വിറ്റമിൻ സി. ഇത് 10% വിറ്റമിൻ സി ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെർസെൻറ്റേജ് കൂടുതലായതുകൊണ്ട്, കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് 299 റുപ്പീസിനാണ് ഈ ഒരു കുഞ്ഞു ഡപ്പയ്ക്ക് വരുന്നത്. ഇതാണ് സംഭവം. ഓക്കെ. എടുത്ത് കാണിക്കുന്നില്ല. ഇതിൽ നമുക്ക് 10 ml പ്രോഡക്റ്റാണ് കിട്ടുന്നത്.
മറ്റേത് 30 ml ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് 10 ml ചെറിയൊരു ഡപ്പയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മേടിച്ചാൽ മതി. എന്നിട്ട് യൂസ് ചെയ്ത് കൊള്ളാമെങ്കിൽ മാത്രം വലുത് മേടിച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ക്ലെൻസർ കാണിച്ചു തരാം. സോ ക്ലെൻസർ ഞാൻ വേറൊരു ഹോൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ക്ലെൻസർ. ഇത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ഫോമിങ് ക്ലെൻസറാണ്. എനിക്കൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ എൻ്റെ ഓയിലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റും കൂടിയായിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ ചെറുത് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വലുത് വാങ്ങിച്ചതാണ് ഈ സംഭവം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 625 റുപ്പീസാണ്. ഇത് വലുത് പക്ഷേ ഇല്ല, ഡിസ്കൗണ്ട് റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സെയിൽ വരുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സ്കിൻ സൈക്ലിംഗ് റുട്ടീൻ. അപ്പോൾ ഈ ഒരു സ്കിൻ സൈക്ലിംഗ് റുട്ടീൻ സ്റ്റെപ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി, ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ എൻ്റെ സ്കിന്ന് കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കൺസീലർ ഈ ഒരു ഏരിയയിലും ഈ ഒരു ഏരിയയിലും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. സോ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കുറച്ച് ദിവസം യൂസ് ചെയ്തതാണെങ്കിൽ നല്ല ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യണം, എങ്കിലേ അതിൻ്റെ ചേഞ്ച് വരുള്ളൂ. സോ എപ്പോഴും നല്ലത് ബേസിക് ആയിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. CTM ഫോളോ ചെയ്യുക, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് മാത്രം ചെയ്താലും മതി. പിന്നെ ഞാനൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ കണ്ടിട്ട് അയ്യോ ഞാനത് ചെയ്തില്ല, ഞാനത് ചെയ്താലേ എൻ്റെ സ്കിന്ന് നല്ലതാവും ഒന്നും വിചാരിക്കാൻ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, പറ്റുമെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ്. ചിലർക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ചിലർക്ക് ടൈം ഉണ്ടാവില്ലായിരിക്കും. ടൈം ഇല്ലാത്തവർ ബേസിക് ആയിട്ട് ഗോ ഫോർ CTM, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. രാവിലെ ഒരു സൺസ്ക്രീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്, വേറെ ഒന്നും വേണ്ട. നല്ല സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഫുഡും കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക ആൻഡ് വെള്ളം കുടിക്കുക. ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് എങ്ങനെ ചെയ്യും? സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഗോ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.